The Real FM 103.6. Shraddha. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ലോകമെമ്പാടും ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. നക്ഷത്ര വിളക്കുകളും ക്രിസ്തുമസ് മരങ്ങളുമൊക്കെ ഒരുക്കി ഈ ദിനത്തെ വരവേൽക്കുന്നു. എല്ലാ ആഘോഷങ്ങളെയും പോലെ ക്രിസ്തുമസിന്റെയും ആഘോഷ രീതികളിലും കാലത്തിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പരസ്പരം അയക്കുന്ന ആശംസാ കാർഡുകളും കടലാസ് കൊണ്ടുള്ള നക്ഷത്ര ദീപങ്ങളുമൊക്കെ കണ്ടിരുന്ന കാലത്തുനിന്നും ഡിജിറ്റൽ കാർഡുകളും LED നക്ഷത്ര വിളക്കുകളും DJ കരോളുമൊക്കെയാണ് ന്യൂജൻ ആഘോഷങ്ങളിലുള്ളത്. പഴയകാലത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് ശ്രദ്ധയിലാദ്യം നടക്കാവ് കച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാനാധ്യാപിക കെ ഷീന. നിറയെ ബലൂണുകളും ഗിഫ്റ്റുകളും തൂക്കിയിട്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീയും പള്ളിയിലേക്ക് കവാടം മുതൽ അൾത്താര വരെ നിരയായി തൂങ്ങിയാടുന്ന നക്ഷത്ര വിളക്കുകളുമാണ് എന്റെ മനസ്സിലെ ക്രിസ്മസ് കാഴ്ചകളുടെ കുളിര് കോരുന്ന ഓർമ്മകൾ. കുട്ടിയായിരുന്നപ്പോഴൊക്കെ ട്രീയിൽ തൂക്കാനായി ഓണം കഴിയുമ്പോൾ മുതൽ ഞങ്ങൾ വർണ്ണമിഠായി കടലാസുകൾ ശേഖരിച്ചു തുടങ്ങുമായിരുന്നു. അവ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി കാർഡ്ബോർഡ് പെട്ടികളിൽ സൂക്ഷിച്ചു തുടങ്ങും. സിഗരറ്റ് പേപ്പറിനുള്ളിലെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ടും രൂപങ്ങൾ ഉണ്ടാക്കും. ഇവയെല്ലാം സൂക്ഷിച്ചു വെച്ച് നവംബർ മാസം മുതൽ തോരണം രൂപത്തിൽ ചാർത്തി തുടങ്ങും. ഇന്ന് ധാരാളം റെഡിമെയ്ഡ് തോരണങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് ട്രീയിൽ തൂക്കാനായിട്ട്. അതൊക്കെ കാണുമ്പോൾ അന്നത്തെ ക്രിസ്മസ് ആണ് ഓർമ്മ വരിക. ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ പാരന്റ്സ് പറഞ്ഞു തന്നിരുന്ന ക്രിസ്മസ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്നത്തെ റാന്തലുകൾ ഉണ്ടാക്കാനായി മാസങ്ങൾക്ക് മുൻപേ മുളകൾ ചീന്തി ഉണക്കി കൃത്യമായി വെട്ടിയെടുത്ത് രാഗിയെടുത്ത് വൃത്തിയാക്കി വെക്കണം. പിന്നീട് വർണ്ണ പേപ്പറുകളാണ് കൂട്ടി ഒട്ടിച്ച് റാന്തൽ വിളക്കുകൾ ഉണ്ടാക്കുമായിരുന്നു. അതിനകത്ത് സാധാരണ വിളക്ക് തന്നെയാണ് തെളിയിച്ചിരുന്നത്. അന്ന് കറണ്ടും ലൈറ്റും ഒന്നും ഇല്ലാതിരുന്ന കാലമായിരുന്നല്ലോ. ക്രിസ്തുമസിന് ശേഷം ജനുവരി മാസം ഒരാഴ്ച കൂടി ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് വിളക്കുകളും ഒക്കെ വീടുകളിൽ തിളങ്ങി നിൽക്കും. ഞങ്ങളുടെ റാന്തലിന്റെ ഭംഗി കൊണ്ടായിരിക്കാം ആ ക്രിസ്തുമസിന് ശേഷമുള്ള ജനുവരിയിലെ ഒരു രാത്രിയിൽ ആ റാന്തല് ഒരു കള്ളൻ കൊണ്ടുപോയതും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിന്റെ വർണ്ണക്കടലാസുകൾ മുഴുവൻ വീട്ടിൽ കിടന്നതും അതിന്റെ സ്ട്രക്ചർ മാത്രം അയാൾ എടുത്തുകൊണ്ട് പോയതും അതിന്റെ ഭംഗി കൊണ്ട് തന്നെയായിരിക്കുമെന്ന് ഓർക്കുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ മനസ്സിലുള്ള ക്രിസ്മസ് രാത്രി പാതിര കുർബാനയ്ക്ക് വയനാട്ടിൽ നിന്ന് ദൂരത്തുള്ള പള്ളിയിലേക്ക് കൂട്ടമായിട്ട് വീടുകളിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് ചൂട്ടും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഓർമ്മകളാണ്. അതൊക്കെ ഞങ്ങൾക്ക് അന്ന് പുതുമയുള്ള കുറെ വിവരങ്ങളായിരുന്നു. ഇന്ന് കുട്ടികളോട് ഞങ്ങൾ ഉണ്ടാക്കിയ വർണ്ണരൂപങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഇന്ന് അത്ഭുതത്തോടെ കേട്ടു നിൽക്കും. എല്ലാം നമുക്ക് ഇന്ന് വാങ്ങാനുണ്ട്. ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ അലങ്കാരങ്ങളൊന്നും തൂക്കേണ്ടത് പോലുമില്ല. എല്ലാം റെഡിമെയ്ഡായി അലങ്കാരങ്ങളോട് കൂടിയ വർണ്ണ ഭംഗിയുള്ള നല്ല എടുപ്പുള്ള ക്രിസ്മസ് ട്രീകൾ ധാരാളം കാണാം. പഴയ കാലത്ത് ഒരു ക്രിസ്മസ് പപ്പ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പള്ളിയിൽ അന്ന് രാത്രി മാത്രമുള്ള കരോളിനിടയ്ക്ക് ഒരു ക്രിസ്മസ് പപ്പ വന്ന് വാരി വിതറുന്ന മിഠായികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിക്കൂടുമായിരുന്നു. ഇന്ന് ധാരാളം പപ്പമാരെ കാണാം. എല്ലായിടത്തും ക്രിസ്മസ് കരോളുകൾ ഉണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴൊക്കെയോ മങ്ങിപ്പോകുന്ന ചിത്രങ്ങളിൽ എപ്പോഴും ഈ ക്രിസ്മസ് പപ്പയും നമ്മുടേതായിട്ടുള്ള ചില ചെറിയ ഓർമ്മകളും കുട്ടിക്കാലത്തെ ഓർമ്മകളും വല്ലാതെ തുടിച്ചു നിൽക്കുന്നതായിട്ട് തോന്നാം. ക്രിസ്തുമസിന്റെ പഴയ ആഘോഷ രീതികളിൽ നിന്നുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് എഴുത്തുകാരനും ഇവന്റ് മാനേജറുമായ മാഡ് മധു. ക്രിസ്മസ് പരീക്ഷയാണ് നമ്മൾ ആദ്യം ക്രിസ്മസ് കണക്ട് ചെയ്യുന്ന ഒരു സാധനം എന്നാണ് എന്റെ ഒരു ഓർമ്മ. നമ്മൾ ഈ ക്രിസ്മസ് കരോൾ എന്നുള്ളതോ ക്രിസ്മസ് കേക്കും പാതിര കുർബാന എന്നുള്ളതൊക്കെ നമ്മൾ ജോസി ഭാഗമറ്റത്തിന്റെ ഒക്കെ തുടക്കഥകളിലൊക്കെ വായിക്കുന്ന ഒരു സാധനമായിരുന്നു. ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് നക്ഷത്രങ്ങളും ക്രിസ്മസ് കാർഡും ആണ് പിന്നെ നമ്മളെ അങ്ങനെ ഈ ക്രിസ്മസിന്റെ കാര്യത്തിൽ പണ്ട് ലൈവാക്കി നിർത്തിയിരുന്ന ഒരു സാധനം. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അഡ്രസ്സുകൾ കളക്ട് ചെയ്യും. നമ്മൾ കാർഡ് അയക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകളുടെ വീട്ടഡ്രസ്സുകൾ നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് കളക്ട് ചെയ്ത് വെക്കും. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാ ID മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അന്ന് നമ്മൾ അഡ്രസ്സുകൾ കളക്ട് ചെയ്ത് വെക്കും. ഇവർക്കൊക്കെ കാർഡ് അയക്കണമെന്നായിരിക്കും നമ്മുടെ ആഗ്രഹം. പക്ഷെ അവസാനം അതൊരു 3-4 അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ചൊരു കാർഡാണ് അയക്കുക. ഈ അയച്ച കാർഡുകള് പിന്നീട് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ അവർക്ക് കിട്ടി എന്നൊക്കെ അറിയുന്ന സമയത്തുള്ള ഒരു അതിഭയങ്കരമായ ഒരു സന്തോഷമുണ്ട്. അന്ന് നമ്മൾ അയക്കുന്ന കാർഡുകൾ ആലോചിച്ചറിയാം ഇത് ഏറ്റവും വില കുറഞ്ഞ
ഏറ്റവും കളർ കുറഞ്ഞ കാർഡുകളായിരിക്കും. അതിനുള്ള ബഡ്ജറ്റേ നമ്മളടുത്ത് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ പോലും പോയ കാലത്തിന്റെ ഏറ്റവും സമൃദ്ധമായ ഒരു ഓർമ്മയാണ് ഈ കാർഡുകൾ അയക്കുന്നതും നക്ഷത്രങ്ങൾ തൂക്കുന്നതും. ആദ്യം നമ്മൾ നക്ഷത്രങ്ങൾ ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി നോക്കും, അത് മിക്കവാറും പരാജയപ്പെടും. എന്നിട്ടായിരിക്കും നമ്മളൊരു വില കുറഞ്ഞ നക്ഷത്രം സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോണിക് ആ LED വെച്ചിട്ടുള്ള നക്ഷത്രത്തിനെ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര കളർഫുൾ ആണെങ്കിൽ പോലും മാനസികമായിട്ട് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളത് പണ്ട് നമ്മൾ തൂക്കിയിരുന്ന ചുവപ്പും പച്ചയും. അതൊന്നും നമുക്കതിന്റെ മതപരമായ യാതൊരു വിധത്തിലുള്ള ധാരണയുണ്ടാവില്ല. ക്രിസ്തുമസിൽ തൂക്കുന്ന നക്ഷത്രം ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചിട്ടുള്ള കഥയിൽ ഉൾപ്പെട്ട ഒരു നക്ഷത്രമാണെന്ന് പോലും നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത്. പുതിയ ആൾക്കാർ പുതിയ രീതിയിലുള്ള അതിന്റെ ആഘോഷങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പുതിയ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് മറ്റൊരു തരത്തിൽ ക്രിസ്മസിന്റെ പുതിയ ആഘോഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും ലീവ് കിട്ടുകയും കുടുംബത്തോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കുകയും സാധിക്കുക എന്നത് സന്തോഷപ്രദമായ മുഹൂർത്തം തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്. പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ സന്തോഷ് ഉമ്മൻ ശ്രദ്ധയോട്. സർവീസിന്റെ ഇടയ്ക്ക് ഒരുപാട് ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പോലീസ് എന്ന സംവിധാനത്തിൽ അവധിയാണ് ഏറ്റവും പ്രധാന ഘടകം. കുടുംബത്തോടൊപ്പം കൂടിച്ചേരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവധി കിട്ടിയിട്ടുണ്ട്. എന്നാലും കിട്ടാതെ ക്രിസ്മസിന് ജോലി എടുക്കേണ്ടി വന്ന ഒരുപാട് മറ്റുള്ളവരും ഉണ്ടാവുമല്ലോ. മലബാർ മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ സ്വന്തം സ്വദേശം പത്തനംതിട്ടയാണെങ്കിലും ഇപ്പൊ ഇവിടെ ക്രിസ്മസ് സമയങ്ങളിൽ മറ്റ് ഓണം അതുപോലുള്ള ആഘോഷങ്ങൾക്ക് ഉള്ള പോലെ ലീവിന് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. അതുകൊണ്ട് കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറെ സന്തോഷവുമുണ്ട്. അതിലുപരി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്റെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരാത്ത ഒരു കാലഘട്ടം, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാലഘട്ടം. അന്ന് ക്രിസ്മസ് കാർഡുകളായിരുന്നു ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ കാത്തിരുന്നത്. ക്രിസ്മസിന് മുന്നേ ആയിട്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മൾക്ക് കാർഡുകൾ അയക്കുന്നു. അതിനുവേണ്ടി ഓരോ പോസ്റ്റ്മാൻ കാർഡായിട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരിക്കലും ഇപ്പോൾ നമ്മൾ വാട്സപ്പിലും മെസ്സഞ്ചറിലൊക്കെ ഒരു ആശംസകൾ അറിയിക്കുമ്പോൾ പിന്നെ കാലം മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാല് ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മൾ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കായിരുന്നു. ഈ വട്ടയപ്പം, അച്ചപ്പം ഒക്കെ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികളാണ് അടുത്ത വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. പണ്ടത്തെ സിസ്റ്റം ഞങ്ങളിപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ അയൽവാസികളും അവരുടേതായ സന്തോഷങ്ങളിൽ അവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിപ്പോഴും തുടരുന്നുണ്ട്. അതൊരു ഭയങ്കര നമ്മളെ പ്രദേശത്തിന്റെ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളെ അയൽവാസികൾ നമ്മൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ തിരിച്ച് അവർക്ക് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം എല്ലാ ദിവസങ്ങളും ആഘോഷങ്ങൾ പോലെയാണ്. എന്നാലും ക്രിസ്മസ് നൽകുന്നൊരു സന്തോഷം അതിലേറെ വലുതാണ്. നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തുചേരാനും ഒക്കെ കഴിയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുമസ് പടക്ക വിപണിയും സജീവമാണ്. ഇത്തവണ മലിനീകരണം കുറഞ്ഞ ഹരിത പടക്കങ്ങൾ തന്നെയാണ് മുഖ്യ ആകർഷണം. എലത്തൂരിൽ നിന്നും INS ട്രേഡേഴ്സ് മാനേജിംഗ് പാർട്ണർ അമൽ സാമ്രാജ്. ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് പടക്കത്തിന് നല്ലൊരു ഡിമാൻഡാണ് ജനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. ഗ്രീൻ ഫയർ വർക്ക്സ് ആണ്, ചില പുക കുറഞ്ഞ് ഹരിത പടക്കങ്ങളാണ് ഇത്തവണ മാർക്കറ്റിലെ താരം. കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ സേഫ്റ്റി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും പെരുമാറാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ രീതി. കുട്ടികളാണ് കൂടുതലായി പടക്കങ്ങളോട് താല്പര്യം കാണിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ജോളി എലിഫന്റ്, ബബിൾ എമിറ്റർ, പോയിന്റ് ബ്ലാസ്റ്റർ, മാജിക് പീകോക്ക് എന്നിങ്ങനെ കുട്ടികൾക്ക് വേണ്ടപ്പെടുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഓരോ പ്രോഡക്റ്റും മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഫെസ്റ്റിവൽ ബോക്സസും ഓരോ കമ്പനിയും ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പടക്കങ്ങൾ മറ്റ് സാധനങ്ങളെ പോലെ നമുക്ക് ഒരു സ്ഥലത്ത് പോയി മൊത്തമായി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സുരക്ഷയുടെ കാരണം കൊണ്ട് തന്നെ അടുത്തടുത്ത് നമുക്ക് പടക്കക്കടകൾ കാണാറില്ല. പിന്നെ ആളുകൾക്ക് സുരക്ഷ മുഖ്യമായതുകൊണ്ട് തന്നെ കമ്പനി സാധനങ്ങളാണ് അവർ വാങ്ങാനായിട്ട് മുന്നോട്ട് വരാറ്. നേരത്തെ കാലത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഭയങ്കര സജീവമാണ്. ഇത് എല്ലാ ദിവസവും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ആൾക്കാർ നേരത്തെ വാങ്ങി സൂക്ഷിച്ച് നേരത്തെ തന്നെ ആഘോഷം തുടങ്ങി കളയാന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ക്രിസ്മസ് മുതലാണ് സത്യം പറഞ്ഞ ന്യൂ ഇയറിലേക്കുള്ള ആഘോഷങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിസ്മസ് മുതൽ പടക്കം പൊട്ടി ഒരു ന്യൂ ഇയർ കഴിഞ്ഞാലും ഒരു 2-3 ദിവസം ഈ പടക്കങ്ങളോടുള്ള ആളുകളുടെ താല്പര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ക്രിസ്മസിന് മെയിനായിട്ട് പൊട്ടുന്നത് തന്നെയാണ്. അത് മുകളിൽ പോയിട്ട് വിരിഞ്ഞു വരുന്ന ഏരിയൽ സ്കൈ ഷോട്ട്സിനോടാണ് ആളുകൾക്ക് താല്പര്യം കൂടുതലുള്ളത്. വർണ്ണങ്ങൾ പൊട്ടി വരുമ്പോൾ അത് ആകാശം നിറഞ്ഞു കാണുന്നത് ഒരു ഭംഗിയാണ്. മുതിർന്ന ആളുകൾക്ക് നമ്മുടെ പഴയ നാടൻ പടക്കങ്ങളോടാണ് താല്പര്യം, പനയോല പോലുള്ള പടക്കങ്ങളോടാണ് താല്പര്യം. എന്നാൽ സുരക്ഷാ മാനദണ്ഡ പ്രകാരം ഇത് കയ്യിലിരുന്ന് പൊട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു തട ഏർപ്പെടുത്തിയതായതിനാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനീസ് പടക്കങ്ങൾ, അതായത് ശിവകാശിയിൽ നിന്ന് വരുന്ന പടക്കങ്ങളാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. മനുഷ്യസ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പ്രതീകം കൂടിയാണ് ക്രിസ്തുമസ്. തലമുറകൾക്കപ്പുറം ഏതു കാലത്തും ഏതു രീതിയിൽ ആഘോഷിച്ചാലും അതിന്റെ സന്ദേശവും മഹത്വവും ഉയർത്തിപ്പിടിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ ക്രിസ്തുമസ് ആശംസകൾ.
ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.